റിക്കറിംഗ് ഡെസിമൽ. റിക്കറിംഗ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് റിക്കറിംഗ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ ഇപ്പോൾ 1/3 ഇതിന്റെ വാല്യൂ നമുക്കറിയാലോ എന്താ 0.333 ഇങ്ങനെ പോകും. അപ്പോൾ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് പകരം നമ്മൾ 0.3 ബാർ ഇടും. ഈ ബാറിന്റെ അർത്ഥം എന്താ? ഏത് നമ്പറിന്റെ മുകളിലാണോ ബാർ ഇട്ടത് ആ നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ എന്താ 3 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നില്ലേ? അതുകൊണ്ടാണ് ഈ 3ന്റെ മേലെ ബാർ ഇട്ട്. അതിനെയാണ് റിക്കറിംഗ് നമ്പർ എന്ന് പറയാം, റിക്കറിംഗ് ഡെസിമൽ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? നിങ്ങൾ പഠിച്ചതാണ്, ക്ലിയർ ആണ്. അപ്പോൾ ഈ നമ്പറിനെ, അതായത് നമ്മളോട് ഇപ്പോൾ ചോദിച്ചു എന്താ 0.3 ഇതിന്റെ ഫ്രാക്ഷൻ ടേമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിനെ ഫ്രാക്ഷൻ ടേമിൽ, അതായത് ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് എങ്ങനെ മാറ്റും? അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രിക്കാണ് എന്ത് ചെയ്യാം? ഇവിടെ എന്താ 0.3 ഈ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ഏതാണ്? 3. അപ്പോൾ നമ്മൾ 3 എടുക്കാം. മൈനസ് ബാർ ഇല്ലാത്ത ടേം ഏതാണ്? ബാർ ഇല്ലാത്ത ടേം ഇല്ലല്ലോ, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ബാർ ഇല്ലാത്ത ടേം ഇല്ലല്ലോ. ആ ടേം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 എന്ന് എഴുതുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആദ്യം എഴുതുന്നു, മൈനസ് ബാർ ഇല്ലാത്ത ടേം എഴുതുന്നു, ഡിവൈഡ് ബൈ എത്ര ബാർ ഉണ്ട്, എത്ര നമ്പറിന്റെ മേലെ ബാർ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ വരാം. ഇവിടെ നോക്കിയാൽ എന്താ 2 നമ്പറിന്റെ മേലെ ബാർ ഉണ്ട്, 1 നമ്പറിന്റെ മേലെ ബാർ ഇല്ല. ഇവിടെ ബാർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ 1 എടുക്കാം. മനസ്സിലായോ? ഇപ്പൊ 2 നമ്പറിന്റെ മേലെ ബാർ ഉണ്ട്, ഇവിടെ 1 നമ്പറിന്റെ മേലെ ബാർ ഉണ്ട്. അങ്ങനെ 1 നമ്പറിന്റെ മേലെ ബാർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം 9 എടുക്കണം. ബാക്കി നമുക്ക് വഴി നോക്കാം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. 1 നമ്പറിന്റെ മേലെ ബാർ വന്നാൽ നമ്മൾ ഡിനോമിനേറ്ററിൽ 9 എന്ന നമ്പർ എടുക്കും. ഇത് നിങ്ങൾ ചെയ്താൽ മതി. 3/9 ദാറ്റ് ഈസ് 1/3. ആൻസർ എന്താ? നമ്മൾ ഈ റിക്കറിംഗ് നമ്പറിനെ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റി, 1/3 എന്ന രൂപത്തിലേക്ക് മാറ്റി. ക്ലിയർ അല്ലേ? ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം, നിങ്ങൾ നോക്കിയാൽ മതി. 0.437 ബാർ. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവും. ഓക്കെ, 0.437. അപ്പോൾ ഇതിനെ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് എങ്ങനെ മാറ്റും? നമ്മൾ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള വാല്യൂസ് അതുപോലെ എഴുതാം. എങ്ങനെയാ? 437 പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ ഇല്ലേ, 437 ഇടും. മൈനസ് ഏത് നമ്പറിന്റെ മേലെയാണ് ബാർ ഇല്ലാത്തത്? ഏത് നമ്പറിന്റെ മേലെയാണ് ബാർ ഇല്ലാത്തത്? 4 എന്ന നമ്പറിന്റെ മേലെ ബാർ ഇല്ല, അപ്പോൾ 4 എഴുതുക. ഡിവൈഡ് ബൈ എത്ര നമ്പറിന്റെ മേലെ ബാർ ഉണ്ട്? എത്ര നമ്പറിന്റെ മേലെ ബാർ ഉണ്ട്? 2 നമ്പറിന്റെ മേലെ ബാർ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം 9 എഴുതുക. എത്ര നമ്പറിന്റെ മേലെ ബാർ ഇല്ല? 1 നമ്പറിന്റെ മേലെ ബാർ ഇല്ല, അപ്പോൾ ഒരു പ്രാവശ്യം 0 എഴുതുക. ക്ലിയർ ആയില്ലേ? ഇനി ഇത് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. എത്ര? 437 - 4. അപ്പോൾ നമുക്ക് 433/990 കിട്ടും. അപ്പോൾ ഇതാണ് ഇതിനെ ഫ്രാക്ഷൻ ടേബിളിലേക്ക് മാറ്റുന്നത്.